പക്ഷേ അതിനകത്തൊരു ഗൗരവമുള്ളൊരു ചർച്ച എന്ന് പറയുന്നത് ഇപ്പോൾ രണ്ടുപേര് തമ്മിലുള്ള കോൺവെർസേഷനിൽ ഒരു ആക്സിഡൻ്റൽ പ്രഗ്നൻസിയെക്കുറിച്ച് സംസാരിക്കുന്നു. അത് സംസാരിക്കുന്ന സമയത്ത് ഒരു വശത്ത് പാനിക് ആയിട്ടുള്ള ഒരു സ്ത്രീ ആണെങ്കിൽ മറുവശത്ത് പാനിക് ആയിട്ടുള്ള ഒരു പുരുഷനും ഉണ്ട്. ഇവർ തമ്മിൽ സംസാരിക്കുന്നതിലെ തെറ്റുകൾ ഒരുപാടുണ്ട്. അപ്പോൾ അതിൽ ഒരാളെ കൊല്ലൂ എന്നൊക്കെ പറയുന്നത് നമുക്കൊരു തരത്തിലും സങ്കല്പിക്കാൻ പോലും പറ്റാത്ത സിനിമയിൽ മാത്രം കണ്ടിട്ടുള്ള ഒരു തെറ്റാണ്. അതങ്ങനെ നമ്മൾ ഒരിക്കലും ലാഘവബുദ്ധിയോടുകൂടി കാണുന്നില്ല. പക്ഷേ ഈ കോൺവെർസേഷന്റെ ഭാഗമായിട്ട് നടക്കുന്ന ഒരു കാര്യത്തിനകത്ത് രണ്ടുപേര് തമ്മിൽ സംസാരിക്കുന്നത് അത് ഔട്ടിലേക്ക് വരുന്നു. ഈ ഔട്ടിലേക്ക് വരുമ്പോൾ നിയമ തടസ്സങ്ങൾ ഇതിനകത്തില്ല. ഇത് കേൾക്കുന്ന നമുക്ക് പ്രശ്നമുണ്ട്. കാരണം രണ്ടുപേര് തമ്മിലുള്ള കോൺവെർസേഷൻ നമ്മൾ ലീക്ക് ചെയ്ത് കേൾക്കുന്നു എന്നുള്ളത് മാത്രമാണ് അതിനകത്ത് ഇപ്പോഴും ഉള്ള സ്റ്റാൻഡ് എന്ന് പറയുന്നത്. കാരണം അത് പരാതിയായിട്ട് പോയിട്ടില്ല. അപ്പോഴാണ് പരിശോധന വേണ്ടി വരുന്നത്. പക്ഷേ അതിനു മുമ്പ് തന്നെ ഒരു സ്ത്രീ വെളിപ്പെടുത്തുമ്പോൾ തന്നെ ഇത് എയറിൽ 24 hours നിൽക്കുന്നു. അതിനുശേഷം മറ്റൊരു ഓഡിയോ ക്ലിപ്പ് അതിനുശേഷമാണ് വരുന്നത്. അപ്പം ഇതിനകത്തൊക്കെ ഒരു പ്രേരണ, രാഷ്ട്രീയ പ്രേരണയൊക്കെ നമ്മൾ കാണുന്ന ഭാഗമായിട്ടാണ് ഇപ്പോൾ ഹണിയും അതിൻ്റെ കൂടെ പറയുമ്പോൾ ഹണിയും സ്വാഭാവികമായിട്ട് CPM അനുകൂലമായിട്ടുള്ള ഒരാളാണ്. അപ്പോൾ എല്ലാം കൂടെ ഇങ്ങനെ ഒന്നിൻ്റെ കൂടെ ഒരു തള്ളെന്നുള്ള രീതിയിൽ പോകുമ്പോൾ നമുക്ക് ഇതിനകത്തൊരു ചെറിയൊരു ഗൂഢാലോചന ഉണ്ടെന്നൊക്കെ സംശയം തോന്നി. അങ്ങനെയാണ് ഈ കോൺടെസ്റ്റിൽ ചർച്ച ചെയ്യപ്പെടുന്നത്. ഈ ഓഡിയോ ക്ലിപ്പ് പുറത്തു വരുന്നതും ആ കോൺവെർസേഷനെയും എങ്ങനെയാണ് ഹണി നോക്കിക്കാണുന്നത്? നേരത്തെ പറഞ്ഞതുപോലെ ഈ ട്രോമയിലുള്ള വ്യക്തികൾ, ഇപ്പം എൻ്റെ ഒരു കേസുമായിട്ട് ബന്ധപ്പെട്ടിട്ട് തന്നെ ഒരു ചാറ്റിനെ സംബന്ധിച്ചിട്ട് അത് അയാൾ ഒരു സൗഹൃദത്തിൽ അയാളുടെ സർക്കിളിൽ അത് ചിത്രീകരിച്ചൊരു രീതിയെക്കുറിച്ച് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ ഒരു സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റ് ഇടുമ്പോൾ എനിക്ക് ചുറ്റും നടന്ന ഇത്രയും ഭീകരമായിട്ടുള്ള ഒരു സൈബർ അറ്റാക്ക് ഉണ്ട്. ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണല്ലേ നേരത്തെ ഈ പറഞ്ഞ ഈ ചൂഷണത്തിന് വിധേയരായി ആക്കപ്പെട്ടു എന്ന് പറയുന്ന സ്ത്രീകളും കൂടെ ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അവരേത് രീതിയിൽ മുൻപോട്ട് വരുമെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. നമ്മൾ സ്ത്രീകൾ മുൻപോട്ട് വന്ന് തെളിവുണ്ടോ, അല്ലെങ്കിൽ അവർക്ക് ഈ ഇരകൾക്ക് വേട്ടക്കാരുടെ പേര് റിവീൽ ചെയ്യണമെന്ന് ആഗ്രഹിക്കുമ്പോൾ പോലും അത് പാടില്ല എന്നുള്ള രീതിയിലാണ് നമ്മുടെ സൊസൈറ്റി ഈ ഇരകളെ ട്രീറ്റ് ചെയ്യുന്നത്. അത് ഞാൻ മുൻപോട്ട് വരുമ്പോൾ തന്നെ എന്നിലൂടെ ഈ ട്രോമയിൽ അകപ്പെട്ടിരിക്കുന്ന ഈ മുഴുവൻ സ്ത്രീകളും ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് പിന്നെ റിവീൽ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ എന്താണ്? വോയിസ് നോട്ട് ആയിട്ടോ, നേരത്തെ പറഞ്ഞതുപോലെ ഓഡിയോ വേറെ ഏതെങ്കിലും ഒരു വഴിക്ക് മീഡിയയിൽ എത്തിക്കാനോ, അല്ലെങ്കിൽ ചാറ്റ് ഐഡൻറ്റിറ്റി വെളിപ്പെടുത്താതെ പുറത്തു വിട്ടിട്ടോ ഒക്കെ മാത്രമേ അവർക്ക് മുൻപോട്ട് വരാൻ വേണ്ടി പറ്റുകയുള്ളൂ. അതല്ല എങ്കിൽ ചുറ്റും നടക്കുന്ന ആളുകൾ ഇതിനെ സമീപിക്കുന്ന ഒരു രീതിയിൽ വളരെ പോസിറ്റീവായിട്ടുള്ളൊരു കാര്യം സ്ത്രീകൾക്ക് ഫീൽ ചെയ്യണം. എൻ്റെ ഒരു കേസ് വന്നതോടുകൂടെ ഞാൻ മനസ്സിലാക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ ഏറ്റവും വലിയ പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന സ്ത്രീകൾ മുൻപോട്ട് വരാൻ തീർച്ചയായിട്ടും ഭയക്കും എന്നുള്ളതാണ്. അവിടെ ആ വോയിസ് നോട്ടിനെ പോലും ഈ പറയുന്ന രാഹുൽ നിഷേധിക്കുന്നില്ലല്ലോ. രാഹുൽ മാങ്കൂട്ടും ഇത്രയും വലിയൊരു ആരോപണം തനിക്ക് നേരെ വരുമ്പം അതിനെ നിഷേധിക്കാൻ തയ്യാറാകാത്ത ഇടത്തോളം നമുക്ക് ആ പെൺകുട്ടിയുടെ ഭാഗം ചേർന്ന് നിൽക്കാൻ മാത്രമേ സാധിക്കൂ എന്നുള്ളതാണ്. അല്ലാതെ പേഴ്സണലായിട്ട് കണ്ടുകൂടെ? അവർ തമ്മിലുള്ള കോൺവെർസേഷനിൽ ശരിയാണ്, കോൺവെർസേഷൻ നടത്തുമ്പോൾ അതിനകത്ത് പല തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ട്. അതൊരു പാനിക് ആയിട്ടുള്ള സിറ്റുവേഷൻ ആയി കാണുകയും പക്ഷെ അതിൻ്റെ ഒരു ലെവലുണ്ട്. നിങ്ങൾക്ക് അപ്പുറത്തുള്ള ഒരാളോട് ഒരു ദേഷ്യം വരുമ്പോൾ നിങ്ങൾ പ്രകടിപ്പിക്കുന്നതിനൊക്കെ അതിൻ്റെ ഒരു ലെവലുണ്ട്. നിങ്ങൾ അയാള് ഒരു സുരക്ഷിത മാർഗവും സ്വീകരിക്കാതെ അതിന് തയ്യാറാവാതെ സ്വാഭാവികമായിട്ടും അതൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. രണ്ടുപേരും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. അത് ഫോഴ്സ്ഫുള്ളി ആവാം, ചിലപ്പം അത് സംഭവിച്ചിട്ടുണ്ടാവാം, വാട്ടവർ. അതിൽ ഏറ്റവും ഭീകരമായിട്ടുള്ള മെൻ്റൽ ട്രോമ അനുഭവിക്കുന്നത് ആരായിരിക്കും? സ്വാഭാവികമായിട്ടും നമ്മുടെ പുരുഷന്മാർക്ക് അനുകൂലമായിട്ടുള്ള സദാചാര ബോധത്തെ മുറുകെ പിടിക്കുന്ന ഒരു സൊസൈറ്റിയിൽ ആ പെൺകുട്ടി തന്നെയായിരിക്കും. വീട്ടുകാരോട് പറയാൻ പോലും ഭയക്കുന്ന ഒരു സാഹചര്യത്തിൽ അവളുടെ കൂടെ അതിന് ആ കുഞ്ഞിനെ വേണ്ട എന്ന് വെക്കാനായാലും മുൻപോട്ട് പോവാനായാലും കൂടെ നിൽക്കുക എന്നുള്ളതല്ലേ ഒരു നല്ല പുരുഷൻ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത്. അവിടെ എന്ത് ദേഷ്യം വന്നാലും ശരി ആ പുള്ളി എങ്ങനെയാ അതിനെ അത് ലോജിക്കൽ തിങ്കിങ്ങിന്റെ ചില പ്രശ്നങ്ങളുണ്ട് അവിടെ എന്ന് വെച്ചാൽ ലോജിക്കൽ ആർഗ്യുമെന്റിൽ അയാൾ പറയുന്നത് ഈ കുഞ്ഞിനെ എങ്ങനെ വളർത്തുമെന്നാണ് ചോദിക്കുന്നത്. അപ്പം അത് ഞാൻ നോക്കിക്കോളാം എന്ന് പറയുമ്പോൾ അത് നിനക്ക് മാത്രം പറ്റുന്നതല്ലല്ലോ എന്ന് പറയുന്നു. ഇതിനകത്തൊക്കെ നമുക്ക് ലീഗലി ഒരാൾക്ക് സ്വാതന്ത്ര്യമുണ്ട്, അയാൾക്ക് കുഞ്ഞുണ്ടായാൽ വളർത്താനൊക്കെ ഉള്ള സ്വാതന്ത്ര്യമുണ്ട്. പക്ഷെ അവിടെ അവർ പ്ലാൻഡ് അല്ലല്ലോ, നമ്മൾ ഇങ്ങനെ അല്ലല്ലോ ചെയ്യേണ്ടത്, നമ്മൾ ഇങ്ങനെ അല്ലല്ലോ വിചാരിച്ചിരുന്നൊക്കെ തരത്തിൽ മറ്റേ ആൾ പറയുന്നു. അതിൽ ഒഫെൻസീവായിട്ടുള്ള കാര്യങ്ങളുണ്ട്. അത് ഇല്ലയെന്നല്ല, ഞാൻ ആ കോൺവെർസേഷനെ ഡീകോഡ് ചെയ്യാൻ ശ്രമിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് സംസാരിക്കുന്നു എന്നേ ഉള്ളൂ. ഞാനൊരു പക്ഷത്വമല്ല. അവിടെ ആ പെൺകുട്ടി ഒടുവിൽ ഇതിനകത്ത് ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം ക്ലൈമാക്സ് എന്ന് പറയുന്നത് ഇത് പുറത്തേക്ക് വരുമ്പോൾ അയാൾ ഒരു റെക്കോർഡിങ് പുറത്തേക്ക് വരണമെങ്കിൽ കുറച്ച് പാടുണ്ട്. അത് പുറത്തേക്ക് വരുന്ന സാഹചര്യം എന്താണെന്ന് നമുക്ക് ഇപ്പോഴും അറിഞ്ഞുകൂടാ. അവർ തമ്മിൽ എവിടെ തെറ്റിയപ്പോഴാണ് പുറത്തേക്ക് വരുന്നത്. ഈ പുറത്തേക്ക് വന്നപ്പോൾ അയാൾ എന്താണോ ഭയപ്പെട്ടിരുന്നത്, ഇതേ സൊസൈറ്റിയിൽ അയാളുടെ മുഖത്തെ എങ്ങനെയാണോ ചിത്രീകരിക്കാൻ പോകുന്നത്,
അതൊരു കോടതിയിൽ കേസ് പോലും ആവാതെ തന്നെ അയാളുടെ ചില സ്ഥാനമാനങ്ങൾ നഷ്ടപ്പെടുന്ന അവസ്ഥയിലേക്ക് എത്തി. അയാളും അത് ഭയപ്പെട്ടിരുന്നു. അതുകൊണ്ടാണ് അയാൾ പലതരത്തിലുള്ള വ്യഗ്രതകൾ കാണിക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇത് രണ്ട് വ്യക്തികളുടെയും ജീവിതത്തിൽ നിന്ന് നമ്മൾ നോക്കിക്കാണുകയാണ്. പക്ഷെ ഇത് പരാതി ആവാത്തിടത്തോളം കാലം നമ്മൾ ഇതിനകത്ത് എങ്ങനെ ഇടപെടണമെന്നെ സംബന്ധിച്ച് എനിക്കറിഞ്ഞൂടാ. എങ്ങനെയാണ് ഹണി അതിനെ നോക്കിക്കാണുന്നതെന്നാണ്. ഇത് ഒരു കേസ് അല്ലല്ലോ രജനീഷേ. അവിടെ ഈ ആക്സിഡൻ്റൽ പ്രഗ്നൻസി എന്നൊക്കെ പറയുമ്പം ഒരു വ്യക്തി മാത്രമല്ലല്ലോ മുൻപോട്ട് വന്നിട്ടുള്ളത്. പല പെൺകുട്ടികളും ഇതേ കാര്യങ്ങൾ കൊണ്ട് തന്നെ മുൻപോട്ട് വന്നിട്ട് പറയുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ട് അല്ലേ. അപ്പം ഇത് ആക്സിഡൻ്റൽ ആണോ? ഒരാളുടെ കേസിലാണെങ്കിൽ ഓക്കെ, നമുക്ക് വിചാരിക്കാം, മനുഷ്യരും ബന്ധങ്ങളും ഒക്കെ നമുക്കതിനെയൊന്നും ജഡ്ജ് ചെയ്യാൻ പലപ്പോഴും പറ്റാതെ പോവാറുണ്ട്. ചില സിറ്റുവേഷൻസിൽ മനുഷ്യർ അങ്ങനെയൊക്കെ ആയിപ്പോവും. അതൊക്കെ നമുക്ക് മനസ്സിലാവും. അതിനെയൊക്കെ ഡീൽ ചെയ്യേണ്ട ഒരു രീതിയുണ്ട്. ഇത് ഒരു വ്യക്തിക്ക് മാത്രമല്ലല്ലോ ഈ ട്രോമ കൊടുത്തിട്ടുള്ളത്, പലരില്ലേ. ഈ വ്യക്തികളോടൊക്കെ രാഹുൽ എന്താണ് പറഞ്ഞിരിക്കുന്നതെന്ന് അതും മീഡിയ വഴി നമ്മൾ അറിയുന്ന കാര്യങ്ങളാണ്. വിവാഹം കഴിക്കാമെന്ന് വാഗ്ദാനം കൊടുക്കുന്നു, പ്രിക്വേഷൻസ് ഒന്നുമില്ലാതെ അവർക്കൊപ്പം ഒരു ഫിസിക്കൽ റിലേഷൻഷിപ്പിൽ ഏർപ്പെടുന്നു. അതിൻ്റെ ഭാഗമായിട്ടുണ്ടാവുന്ന ഒരു പ്രഗ്നൻസിയെ ഏറ്റവും ക്രൂവലായിട്ടാണ് പുള്ളി ഡീൽ ചെയ്യുന്നത്. ഇനി ഏത് സിറ്റുവേഷനിലായാലും ആ പ്രശ്നത്തിൻ്റെ ഏറ്റവും ഭീകരമായ ട്രോമ അനുഭവിക്കുന്നത് ആ സ്ത്രീ തന്നെയാണ്. അവരോട് ഈ പറയുന്ന രീതിയിൽ നിങ്ങളെ കൊല്ലാൻ എനിക്ക് എത്ര സെക്കൻഡ് വേണമെന്നൊക്കെ പറയുന്നത് വളരെ ക്രൂരമായിട്ടുള്ള, അല്ലെങ്കിൽ വളരെ ക്രൂരനായിട്ടുള്ള ഒരു ക്രിമിനൽ മെൻറ്റാലിറ്റി ഉള്ള ഒരാൾക്ക് മാത്രം ചോദിക്കാൻ പറ്റുന്ന ഒരു ചോദ്യമാണ്. ഒരു പെൺകുട്ടി പറഞ്ഞത് ഞാൻ വായിക്കുകയാണോ കേട്ടതാണോ എന്ന് എനിക്കറിയില്ല. എനിക്ക് ആ കുഞ്ഞിനോട് സ്നേഹം തോന്നുന്നു എന്നോ എന്തോ ഒരു പെൺകുട്ടി പറയുന്നുണ്ട്. ആ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിനോട് എനിക്ക് ആർദ്രത തോന്നുന്നു എന്ന് പറയുമ്പോൾ ആ പെൺകുട്ടി കടന്നു പോകുന്ന ആ ട്രോമയെ എനിക്കത് ഫീൽ ചെയ്യാൻ പറ്റും. ഞാനൊരു സ്ത്രീയാണല്ലോ. ആ ട്രോമയെ നോക്കിയിട്ട് എങ്ങനെയാണ് ഒരാൾക്ക് ഈ പറയുന്നത് പോലെ നിന്നെ കൊല്ലാൻ എത്ര സെക്കൻഡ് വേണമെന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റുക? അത് ക്രിമിനലിന് മാത്രം പറ്റുന്ന. തീർച്ചയായിട്ടും അങ്ങനെ ഒരു മെന്റാലിറ്റി ഇല്ലെങ്കിൽ അത് പറ്റില്ല. കുറച്ചുകൂടെ ഗൗരവമുള്ള ചില വർത്തമാനങ്ങളിലേക്ക് പോവേണ്ടതുണ്ട്. ഞാൻ ഈ അവിശുദ്ധ മുറിവുകൾ വായിക്കുമ്പോൾ എനിക്ക് ഒരു പേജിൽ വന്നിട്ട് ഉടക്കിയിട്ട് ഞാൻ 3-4 പ്രാവശ്യം ആ സ്ഥലം മാത്രം വായിച്ചു. അതിൽ ഓരോന്നായിട്ട് ഞാൻ വായിക്കാം. ഈ പെറ്റിക്കോട്ടിട്ട് നടക്കുന്ന പ്രായത്തിൽ മില്ലിൽ അരി പൊടിക്കാൻ പോയപ്പോൾ മില്ലുകാരൻ ഇടത്തെ മാറിന് നേരെ വിരൽ തൊട്ട് ഉടുപ്പിൻ്റെ വലതുഭാഗത്തെ പൂവന്ത ഇടതുഭാഗത്തില്ലാത്തതെന്ന് ചോദിച്ചത് ആണുങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകൾ പങ്കുവയ്ക്കാൻ. പരീക്ഷാക്കാലത്ത് പഠിക്കാൻ റബ്ബർ തോട്ടത്തിൽ പോയിരുന്നപ്പോൾ കൂട്ടുകാരിയുടെ അച്ഛൻ അടുത്ത് വന്ന് തുടയിൽ കൈ അമർത്തിയത്, മൂത്രമൊഴിക്കുന്ന ഇടത്ത് നിന്ന് ചൂളമടിച്ച് അവൻ്റെ സുനയുടെ വലിപ്പം കാണിച്ചത്, തിരക്കുള്ള ബസ്സിൽ ഒരു പെൺകുട്ടിയുടെ പിന്നിൽ നിന്നൊരുത്തൻ പാൻസിൻ്റെ സിബഴിച്ചിട്ട്. തുടരുന്നില്ല ഞാൻ വായന. ടൗണിലെ ആൾത്തിരക്കില്ലാത്ത പാതകളിൽ കുറുകെ ചാടി വീണ് പല നിറങ്ങളിൽ കോണ്ടം അണിയിച്ച ലിംഗം കാണിച്ചവർ, ജോലി തെണ്ടി നടക്കുന്ന കാലത്ത് ഒരു രാത്രി കൂടെ കിടന്നാൽ ജോലി തരാം എന്ന് പറഞ്ഞവർ, ജോലി കിട്ടിയ കാലത്ത് കിടക്ക പങ്കിട്ടാൽ പ്രൊമോഷൻ തരാം എന്ന് സൂചിപ്പിച്ചവർ. ഇത്രയും അനുഭവങ്ങൾ ഒറ്റ പേജിൽ എഴുതിയതാണ് ഈ അവിശുദ്ധ മുറിവുകളുടെ ഹനിഭാസ്കറിൻ്റെ പുസ്തകത്തിൻ്റെ. ഇത് 4ാം പതിപ്പാണ്. ഇതിനകത്ത് ഒറ്റ പേജിൽ ഇത്രയും അനുഭവങ്ങളാണ്. ബാക്കിയുള്ള പേജുകളിലൊക്കെ ഞാൻ ചിലതൊക്കെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ സമൂഹത്തിൽ ഹണിയൊക്കെ ഇപ്പോഴും ചിരിച്ച് സംസാരിക്കുന്നതിൽ എനിക്ക് അഭിമാനം തോന്നുന്നു. കാരണം ഇതിനെയൊക്കെ മറികടന്ന് വരാൻ ഒരു പെൺകുട്ടിക്ക് അല്ലെങ്കിൽ കുട്ടിക്ക്, ചൈൽഡ് അബ്യൂസിനെ കുറിച്ച് ഈ അടുത്ത് ഞാൻ സംസാരിക്കുന്ന സമയത്ത് ഞാനൊരു പോസ്റ്റ് ഇട്ടപ്പോൾ അതിൽ വന്ന പോസ്റ്റുകളിൽ മിക്കതിലും, അതായത് 10 എണ്ണം എടുത്തപ്പോൾ അതിൽ 5 എണ്ണം അച്ഛനോ ചെറിയച്ഛനോ ഒക്കെ പീഡിപ്പിച്ച കുട്ടികളാണ്. ഹൊറിബിൾ സിറ്റുവേഷനാണ്. നമ്മൾ സംസ്കാരം എന്ന് പറഞ്ഞ് സംസാരിക്കുന്ന നാട്ടിലാണ് ഇത് നടക്കുന്നത്. ഹണി ഇതിനെയൊക്കെ എങ്ങനെയാണോ ഓവർകം ചെയ്തു വന്നതെന്ന് എനിക്കറിയില്ല. ഇതൊക്കെ ഹണിയുടെ അനുഭവങ്ങൾ കൂടിയാണ്. ഇതെൻ്റെ മാത്രം അനുഭവമാണ്. ആ പുസ്തകത്തിൽ, ആ അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത് എൻ്റെ മാത്രം അനുഭവങ്ങളാണ്.